ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്തെ ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. നമ്മുടെ വീഡിയോ വേഗം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്കും കൂടി തരാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഇവിടെ താഴ്ഭാഗത്തേക്ക് അടിവിസ്താരം കൂടുതൽ എടുക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതൊരു പ്രധാന ടിപ്പാണ്. അപ്പോൾ ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ജസ്റ്റ് 2 പ്രാവശ്യം ഫോൾഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആദ്യം ഒരു കൂടുതൽ എടുത്തിട്ട് നടുമടക്ക വീണ്ടും അഗൈൻ ഒന്നുകൂടി മടക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുകളിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അധികം ഷേപ്പ് താഴ്ഭാഗത്തേക്ക് അടിവിസ്താരം എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെരിവ് വരണവരിൽ തോന്നും. അങ്ങനെയുള്ളവർക്ക് മാത്രം കേട്ടോ. അധികം വൈഡ് കൊടുക്കാത്തവർക്കൊക്കെ നമുക്ക് എളുപ്പമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി ഈ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുക. ജസ്റ്റ് മടക്കിയ ശേഷം നമ്മൾ ആ പോയിന്റ് കാണിച്ചു തരാം. നമ്മുടെ സ്ലിറ്റിൻ്റെ പോയിന്റ് ഇതായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു പ്രധാന പോയിന്റ്. അവിടെയാണ് നമ്മൾ സ്ലിറ്റ് തയ്ച്ച് നിർത്തിയത്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്തിയിട്ട് കെട്ടിട്ട് നിർത്തിയേക്കുന്നത് ആ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും തയ്ച്ച ശേഷം നമ്മൾ 2ാം പ്രാവശ്യം ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് എടുത്തില്ലേ. ആദ്യത്തെ ലൈൻ വരച്ചത് നമ്മൾ നമ്മുടെ പോയിന്റ് പ്രധാന പോയിന്റ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് കറക്റ്റ് നമ്മൾ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ഭാഗം, അതിന് മുകളിലേക്ക് നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് ഇട്ടു. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഹൊറിസോണ്ടലായിട്ട് നേരെ വെച്ചു കേട്ടോ നമ്മുടെ മുൻഭാഗത്ത്. അതുപോലെ നേരെ വെച്ച ശേഷം ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. നമ്മളൊന്ന് സൂചി താഴ്ത്തിയിട്ട് ക്ലോത്തിൽ താഴ്ത്തി വെച്ച ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു ടേൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുൻഭാഗത്തെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് നേരെ തന്നെ വെച്ചു. ഓക്കെ, അതിനുശേഷം ഈ 1/2 ഇഞ്ചിൻ്റെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ എടുക്കണം. ഇതുപോലെ വരച്ചാൽ മതി. തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞ പോയിന്റ് 2ാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇത് കാണിച്ചതിൽ നിന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ് സ്ലിറ്റിൻ്റെ കെട്ടിട്ട് നിർത്തിയ ഭാഗത്തെ പോയിന്റ് ആയിരുന്നു. അതിന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ചസാണ് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റാണ് നമ്മൾ ഇപ്പുറത്തോട്ട് കടത്തിയപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഒരു വരച്ചില്ലേ, അങ്ങനെ നിർത്തി വെച്ച ശേഷം നമ്മൾ എടുത്തിട്ട് താഴ്ഭാഗത്തേക്ക് അത് അവിടേക്കും കൂടി ആ ഒരു പോയിന്റ് എടുത്തതാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് പക്കയായിട്ട് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് സ്ലിറ്റ് എടുക്കാൻ പറ്റും. നല്ല പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആളുകൾക്കും ഇത് സ്റ്റിച്ച് തയ്ക്കാനൊരു ബുദ്ധിമുട്ട് എന്നുള്ളൊരു ഇത് ഉണ്ടാവില്ല. വളരെ പെർഫെക്റ്റോട് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ല, അടിവിസ്താരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ താഴ്ഭാഗമൊക്കെ കറക്റ്റായിട്ട് ഈക്വലായിട്ട് വരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അടിവിസ്താരം കൂടുതൽ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഭാഗത്തൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അത് തയ്ക്കുന്നതോടൊപ്പം തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ അതങ്ങനെ കുറച്ച് വൈഡ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തയ്ച്ചത്. നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ ഇത്രയും നല്ല പെർഫെക്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് സ്ലിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നോക്കിക്കോളൂ, കണ്ടില്ലേ. കേട്ടോ, നല്ല രീതിക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിടക്കുമ്പോഴാണ് സ്ലിറ്റിന് ഏറ്റവും പെർഫെക്റ്റായിട്ട് ഭംഗി വരണം കേട്ടോ ഫ്രണ്ട്സ്. അത് ചിലർ ഒരു സൈഡായിട്ട് എടുക്കുന്ന രീതിയിൽ അത് തീരെ ഭംഗിയില്ല. ഇങ്ങനത്തെ സ്ലിറ്റാണ് ഏറ്റവും ഭംഗി. സ്ലിറ്റിൽ ഏറ്റവും ഭംഗി വരുന്നത് ഈ ഒരു സ്ലിറ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് പറഞ്ഞു തരുന്നത്. അതിനുശേഷം നമ്മൾ 2ാമത് സെക്കൻഡ് ലൈൻ ചെയ്യണം കേട്ടോ. 1/2 ഇഞ്ചസിൻ്റെ തുമ്പ് ഭാഗത്തൂടെ ഒരു നൂലുക്ക് വീതിക്ക് നമ്മൾ തയ്ച്ച് പോകണം. ആദ്യത്തെ നമ്മൾ തയ്ച്ചതിൻ്റെ ആ ഒരു അടയാളം ആദ്യം ഇട്ടത്, 2ാമത് ഇപ്പോൾ ഇടുന്നത് നമ്മൾ ഇനി തയ്ച്ച് പോകാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ തയ്ക്കുന്നത് 2ാമത് ഇട്ട ആ വരയിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എന്നിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് ശേഷം നമ്മൾ ഫൂട്ടൊന്ന് പൊന്തിച്ചിട്ട് നമ്മൾ ക്ലോത്തൊക്കെ ഒന്ന് തിരിച്ചിടുക, ടേൺ ചെയ്തിട്ടു. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഹൊറിസോണ്ടലായിട്ട് അപ്പുറത്തെ സൈഡ് നമ്മൾ തയ്ച്ച ഭാഗം ഹൊറിസോണ്ടലായിട്ട് ഇട്ടു. അതിന് ശേഷം നമ്മൾ തിരിച്ചു വീണ്ടും ടേൺ ചെയ്തു. ഇതേപോലെ സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ചിട്ട് ഫൂട്ട് താഴ്ത്തി വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒരു 1/2 ഇഞ്ചസായിട്ട് കിട്ടുന്നില്ലേ. ആ ഒരു പോയിൻറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതിൻ്റെ ഒരു പെർഫെക്ഷൻ, അതിൻ്റെ ഒരു നീറ്റ്നെസ് കണ്ടാൽ തന്നെ അറിയാം. വളരെ നീറ്റായിട്ടുള്ള ചുരിദാർ തയ്ക്കുമ്പോൾ ആ ഒരു ഭംഗി കാണും. അപ്പോൾ ആ ഒരു ഭംഗി സൈഡ് ഭാഗത്ത് സ്ലിറ്റിന് കാണുമ്പോൾ അറിയാൻ പറ്റും അത് പെർഫെക്റ്റ് ആയിട്ടാണോ ഇരിക്കണേന്ന്. അപ്പോൾ നമ്മളിത് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്.
നല്ല രീതിക്ക് പ്രൊഫഷണലായിട്ട് തയ്ക്കുന്നത് ഈ ഒരു രീതിയിലാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വരയൊക്കെ നമ്മളിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ കൂടുതൽ ക്ലീനായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാന ഒരു പോയിന്റ് കൂടിയും പറഞ്ഞുതരാം. സീക്രട്ടായിട്ടൊരു ടിപ്പ്, നമ്മളിപ്പോൾ ഒരു ക്ലോത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ട് എടുത്തൂലോ, ഇത് ഇത്രയും കറക്റ്റ് ഒരു നൂലുക്ക് പോയിന്റിക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കാണി ഏറ്റവും സ്മോളായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് ഇട്ട ശേഷം ആ ഒരു രീതിക്ക് ഇട്ട ശേഷം തയ്ക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മറക്കരുത്. നമ്മൾ രണ്ടാം പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. തുടക്കക്കാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.